നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. 22.79 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിനിടെ ഗാസിയാബാദിൽ ഒരു വിദ്യാർത്ഥി കൂടി ജീവനൊടുക്കി. കർശന സുരക്ഷാ വലയത്തിലാണ് ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളും. രാവിലെ 9 മണിക്ക് ആരംഭിച്ച മോക്ക് ഡ്രിൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കും. പരീക്ഷാ കേന്ദ്രങ്ങളെല്ലാം ഇതിനോടകം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റെടുത്തു. പരീക്ഷാ ദിവസം 3 ടയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേനയുടെ മേൽനോട്ടത്തിലാണ് കേന്ദ്രങ്ങളെല്ലാം. രാജ്യത്തുടനീളം 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 കേന്ദ്രങ്ങളിലുമായി ഏകദേശം 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗങ്ങൾ ചേർന്ന് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. ഇവ കേന്ദ്രീകൃത കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആൾമാറാട്ടം തടയുന്നതിനായി ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധനയും ഉണ്ടാകും. പുനഃപരീക്ഷ പ്രഖ്യാപിച്ച ശേഷം 12 വിദ്യാർത്ഥികളാണ് ജീവനൊടുക്കിയത്. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം തുടരുകയാണ്. മീഡിയ 1 ഡൽഹി.